ഹരികുമാർ സാർ, അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ഡീപ് സ്റ്റേറ്റ് കേരള രാഷ്ട്രീയത്തിലും പിടിമുറുക്കുകയാണ്. ആ ഡീപ് സ്റ്റേറ്റിൻ്റെ പേരെന്താണ്? ആരാണ് ആ ഡീപ് സ്റ്റേറ്റ്? എന്താണ് അവരുടെ ലക്ഷ്യം എന്നതൊക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഒരു വലിയ മുതലാളിയെ ചുറ്റിപ്പറ്റിയാണ് ആ ഡീപ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. പണക്കാരാണ് അതിൻ്റെ പ്രധാന സ്രോതസ്സ് എന്ന് പറയുന്നത്. CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഴുപ്പലക്കൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല മുതിർന്ന നേതാക്കളും വന്നിട്ട് ഗൗതം അദാനിയെ പിന്തുണയ്ക്കുന്ന നിലപാട് പരസ്യമായിട്ട് സ്വീകരിക്കുന്നു. ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? കേരള രാഷ്ട്രീയം ആകപ്പാടെ മാറിയിരിക്കുന്നു, അതിനി കൂടുതൽ മാറാൻ പോവുകയാണ് എന്ന സൂചനയല്ലേ വ്യക്തമായിട്ടും ഇത് തെളിയിക്കുന്നത്? യൂസഫ് അലിയുടെ കയ്യിൽ നിന്നും കേരള രാഷ്ട്രീയം അദാനിയുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അതെത്തിയില്ലേ? തീർച്ചയായിട്ടും അവസാനത്തെ വരിയിൽ നിന്നും ഞാൻ തുടങ്ങാം. യൂസഫ് അലിയുടെ കയ്യിൽ നിന്നും കേരള രാഷ്ട്രീയം ഗൗതം അദാനിയുടെയും മകൻ കരൺ അദാനിയുടെയും കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അദാനിയെ പിന്തുണയ്ക്കണോ, അദാനിയെ എതിർത്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ സംഘം നേതാക്കന്മാര് പരസ്യമായിട്ട് രംഗത്ത് വന്ന് അവര് സാക്ഷാൽ പിണറായി വിജയനെ അടിയറവ് പറയിച്ച അത് കാണുമ്പോൾ നമുക്ക് വലിയൊരു രസം തോന്നുന്നതാണ്. കാരണം ഇവരൊക്കെ കിടന്നുകൊണ്ട് വലിയ വായിൽ സംസാരിക്കുമായിരുന്നല്ലോ. ആഗോള മുതലാളിത്തം, പിന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം, കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം വെക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരളത്തിലെ സാഹിത്യകാരന്മാരെടുത്താല്, കേരളത്തിലെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരൊക്കെ എടുത്താല്, ഇവരൊക്കെ ഇവിടുത്തെ പെറ്റി ബൂർഷകളെ, ഇവിടുത്തെ എന്തെങ്കിലും ഒരു വർഷം ഒരു 5 ലക്ഷം രൂപ വരുമാനമുള്ളവന് അവന്റെ കഴുത്തിന് പിടിക്കാൻ ഓടുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. നാണമില്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക്? ഗൗതം അദാനിയുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയല്ല, സാഷ്ടാംഗം പ്രണമിക്കും ഇവരല്ല. ഭരണത്തിൽ പിണറായി വിജയൻ ഭരണത്തിൽ ഇരുന്നപ്പം ഉരുണ്ടുരുണ്ട് പുള്ളി ഈ അദാനി കുടുംബത്തിന്റെ ചുറ്റും ശയന പ്രദക്ഷിണം ചെയ്തിരുന്നു. അദാനി കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അദ്ദേഹത്തിനെ കാണാൻ വരുമായിരുന്നു. ഇപ്പൊ പിന്നെ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടപ്പോ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന പിണറായി വിജയന് അദാനിക്ക് നേരെ കുറെ അവിടെ കുരയ്ക്കുന്നുണ്ട്. പക്ഷേ CPM-ലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അദാനിക്ക് ചുറ്റും വലിയൊരു പ്രതിരോധ വലയം തീർത്തു. അതായത് നീ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കയറി കളിക്കരുത് എന്ന് തങ്ങളുടെ പഴയ നേതാവിനെ അവർക്ക് നേരെ വിരൽ ചൂണ്ടി അതിശക്തമായിട്ട് അവര് പിന്നെ താക്കീത് ചെയ്യും. അത് ഇപ്പൊ രഹസ്യമായിട്ട് നമുക്ക് മുതലാളിത്തവും പിന്നെ കമ്മ്യൂണിസവും തമ്മിലുള്ള അന്തർധാരകൾ മലയാള സിനിമ കുറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അന്തർധാര നിലനിൽപ്പുണ്ട്, അത് പോട്ടെ, അത് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇത് അന്തർധാരയല്ല. ഇത് വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് നിലപാടെടുത്തു. ആ നിലപാടെടുക്കാനുള്ള ഒരു ധൈര്യം അവർ കാണിച്ചു. ആ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ഈ കാപട്യം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. പക്ഷെ ഇത് കാണിക്കുന്ന ഒരു വസ്തുത ഇപ്പോ ഗൗതമനോട് ആദ്യം ചോദിച്ച പോലെ കേരളത്തിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ? ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. കേരളത്തിൽ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ഏത് ഭരണം വന്നാലും ആ ഭരണത്തെ നിലനിർത്തുന്ന വലിയ പണക്കാരുണ്ട്. കഴിഞ്ഞ ഭരണം വരെ കേരളത്തിലെ സർവശക്തനായിരുന്നു MA യൂസഫ് അലി. അദ്ദേഹത്തെ വിമർശിക്കാൻ മാധ്യമങ്ങളും തയ്യാറല്ല. അദ്ദേഹത്തെ വിമർശിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ വിമർശിച്ചു കണ്ടിട്ടുണ്ട്? ഒന്നും വേണ്ട. BJP-യും RSS-ഉം വിമർശിക്കില്ലല്ലോ, പിന്നെ ചെയ്യും. അപ്പോ തീർച്ചയായിട്ടും അത്ര സ്വാധീനശേഷിയുള്ള ഒരു വ്യവസായിയാണ്. ഞാനത് അദ്ദേഹത്തിനെ കാണുന്നവരെല്ലാം തെറി വിളിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം അദ്ദേഹം പിന്നെ വളരെ ശക്തനായ ഒരു വ്യവസായമാണ്. ഞാൻ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് തവണ അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭാരതീയ പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള ആ ഒരു വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗൾഫിലൊക്കെ തന്നെ പല പരിപാടികളിലും പങ്കെടുക്കുന്നത്. അതിലൊക്കെ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ അതേസമയം അദ്ദേഹത്തിന് എല്ലാവർക്കും ബാധകമായ പല നിയമങ്ങളും അദ്ദേഹത്തിന് കേരളത്തിൽ ബാധകമല്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ധാരാളം വന്നു. ആ ആരോപണങ്ങൾക്ക് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ഇത്തരം ആരോപണങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള കോടതി വിധികൾ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പിന്നെ അത് ഒരു മാധ്യമവും ചർച്ച ചെയ്യില്ല, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. തൽക്കാലം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തെ വളരെ നിർണായകമായി സ്വാധീനിക്കുന്ന
ഒരു പ്ലൂട്ടോക്രാറ്റ് ആണ് അദ്ദേഹം എന്നുള്ളൊരു സംശയമില്ല. ഇപ്പൊ കേരള രാഷ്ട്രീയത്തിന്റെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തെ കേരള രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിരുന്ന വലിയ പണക്കാരുണ്ട്. ആദ്യം PNC മേനോനായിരുന്നു, ശോഭ ഡെവലപ്പേഴ്സ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പുറത്തു വന്നു. പിന്നെ രവിപിള്ള ഉണ്ടായിരുന്നു. രവിപിള്ളയുടെ കമ്പനിയിലായിരുന്നു നമ്മുടെ ഇദ്ദേഹത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ജോലി ചെയ്തിരുന്നത്. എങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രവിപിള്ളയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയി കോടിയേരിയുടെ മകൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഇരിക്കട്ടെ, അത് രവിപിള്ളയുടെ സ്വകാര്യ കമ്പനിയാണെങ്കിൽ അയാൾക്ക് ആരെ വേണമെങ്കിലും വൈസ് പ്രസിഡന്റോ ചെയർമാനോ ഒക്കെ ആക്കാനുള്ള പ്രൈവറ്റ് കമ്പനിയാണ്, അയാൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇവരൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ആൾക്കാർ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ മുമ്പിൽ പറയുന്ന മുതലാളിത്ത വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലതിലും ഒരർത്ഥവുമില്ല. പിന്നെ കേരളത്തിൽ മതാടിസ്ഥാനത്തിലുള്ള ഒരു ചേരിതിരിവുണ്ട്. അതായത് യൂസഫ് അലിയെ പറ്റി പറഞ്ഞാൽ നോവും, പക്ഷെ അദാനിയെ എന്തോ വേണേലും ചീത്ത വിളിക്കാം. എന്ത് പറഞ്ഞാലും അംബാനിയെ അദാനിയെ ചീത്ത വിളിക്കുന്ന ഒരു ഭാഗം പുരോഗമനക്കാരുണ്ട്. അത് അവരെ പ്രചോദിപ്പിക്കുന്നത് മതമാണ് എല്ലാം എന്ന് പറയുന്ന അത്തരം ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷേ ചരിത്ര വസ്തുതകളിലേക്ക് എടുത്തു നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് പ്ലൂട്ടോക്രാറ്റുകളാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാട്ടിൽ നിന്നും തോമസ് ചാണ്ടി ആദ്യമായിട്ട് ജയിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രിയുമായിരുന്ന ഒരു വ്യക്തി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്നോടൊന്നല്ല, ഞങ്ങൾ കുറച്ച് പത്രക്കാരോട് അദ്ദേഹം സംസാരിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇതാ ഒരാള് പണം കൊണ്ട് സീറ്റ് വാങ്ങാമെന്ന് തെളിയിച്ചിരിക്കുന്നു, പണം കൊണ്ട് ഇലക്ഷനിൽ ജയിക്കാമെന്ന് തെളിയിച്ചിരിക്കുന്നു, പണം കൊണ്ട് അദ്ദേഹത്തിന് മന്ത്രി വേണമെങ്കിലും ആകാമെന്ന് അദ്ദേഹം തെളിയിച്ചു. കുറച്ചുനാളെ ആയുള്ളൂ, എങ്കിലും ആ കുട്ടനാട് മണ്ഡലം എടുക്കുക. കുട്ടനാട് മണ്ഡലത്തിൽ ഒരു ബില്യണയർ അല്ലാത്ത ഒരാളിന് കുട്ടനാട് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. തോമസ് ചാണ്ടി 3 തവണ ജയിച്ചു, അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ജയിച്ചു. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന മിസ്റ്റർ റെജി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം വലിയ കോടീശ്വരനാണ്, ഗൾഫ് ബേസ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാണ്. ഇടയ്ക്ക് ജി സുധാകരനും അദ്ദേഹവും തമ്മിൽ കൊമ്പ് കോർത്തിരുന്നു. അദ്ദേഹം ജി സുധാകരൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ ആ മണ്ഡലം അത് കോടീശ്വരന്മാർക്കായിട്ട് സംവരണം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏതായാലും അവിടുന്ന് അവരെ ജയിക്കുള്ളൂ. എന്നാൽ പിന്നെ കുട്ടനാട് കോടീശ്വരന്മാർക്കായിട്ട് സംവരണം, കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ 100 കോടിയെങ്കിലും ആസ്തിയില്ലാത്ത ഒരാളിനെ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല. സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ ഒരു നിയമം ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം വടക്കൻ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കി, എത്രയോ വലിയ പണക്കാരാണ് ലീഗിന്റെ MLA-മാരായിട്ടും ഒക്കെ വന്നിട്ടുള്ളത്, അതുപോലെ CPM സ്വതന്ത്രന്മാരായിട്ട് വന്നിട്ടുള്ളത്, അങ്ങനെ നിരവധി ആൾക്കാർ. അപ്പോ പണം ആണ് കേരള രാഷ്ട്രീയത്തിലെ ഇലക്ഷനിൽ വിജയിക്കാനുള്ള പ്രധാന ഘടകം. യാതൊരു സംശയവും വേണ്ട, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് മൂടുപടം എന്ന് പറയുന്നത് അത് വലിയൊരു ആത്മവഞ്ചനയാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം ഒരു ആത്മവഞ്ചന നടത്തുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പണം കൊണ്ട് ഒരാളെ വിരട്ടാമെന്ന് കാണിച്ചത്, ഞാൻ ഈ ചരിത്രത്തിലേക്കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് വീണ്ടും വർത്തമാനകാല ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാം. കൊല്ലത്തെ ഏറ്റവും വലിയ ധനികനായിരുന്ന വെണ്ടർ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആള് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കൊച്ചനന്തരവൻ ഏറ്റവും മൂന്നാമത്തെ ആ കുടുംബത്തിലെ തലമുറയായിരുന്നു രാജൻ പിള്ള. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ആ കുടുംബമാണ് കൊല്ലത്തെ ഇപ്പോഴും ഏറ്റവും വലിയ കശുവണ്ടി വ്യവസായികൾ. ആ വെണ്ടർ കൃഷ്ണപിള്ള 1952 തിരുക്കൊച്ചി ഇലക്ഷനിലെ C കേശവൻ എന്ന അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിനെ വിറപ്പിച്ചു വിട്ടിട്ടുണ്ട്. തോൽപ്പിച്ചില്ല, പക്ഷെ വെറും 2000 വോട്ടിന് താഴെയായിരുന്നു C കേശവന്റെ ഭൂരിപക്ഷം. എനിക്ക് തോന്നുന്നു അന്നത്തെ മണ്ഡലം മയ്യനാട് മണ്ഡലമാണ്. ഇന്നത്തെ ഇരവിപുരം മണ്ഡലം ആയിരിക്കണം അത്. ആ ഇരവിപുരം മണ്ഡലത്തിൽ അവസാനം താൻ ജയിക്കുമോ എന്ന് ഭയന്ന വെണ്ടർ കൃഷ്ണപിള്ള ഇലക്ഷൻ പ്രചാരണം നിർത്തിവെച്ചിട്ട് പോലും ഏതാണ്ട് 1700 വോട്ടിനെങ്ങാനാണ് അദ്ദേഹം തോറ്റത്. അപ്പൊ ആ ഇലക്ഷനോട് കൂടി C കേശവൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. കാരണം C കേശവൻ അതൊരു ഞെട്ടലായിരുന്നു. രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാത്ത കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയായ ഒരാൾ തന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തന്നെ പാഠം പഠിപ്പിച്ചു, തന്നെ തോപ്പിച്ചില്ല എന്നുള്ളത് അയാളുടെ ഒരു കാരുണ്യം എന്നുള്ളത് ബുദ്ധിമാനായ C കേശവൻ തിരിച്ചറിഞ്ഞു. പിന്നീട് അദ്ദേഹം മത്സരത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ വായിച്ചറിവാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തായാലും ഈ ഇലക്ഷനും
ഇദ്ദേഹം വെണ്ടർ കൃഷ്ണപിള്ള പിടിച്ച വോട്ടും ഒക്കെ അതിന്റെ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ആ രാജൻ പിള്ളയുടെ ഭാര്യയായിരുന്ന നീന പിള്ള കൊല്ലത്തെ ലോക്സഭാ ഇലക്ഷനിൽ 70,000 വോട്ട് പിടിച്ചിട്ട് കൃഷ്ണകുമാർ എന്ന അവിടുത്തെ കോൺഗ്രസിന്റെ എം പിയെ തോൽപ്പിക്കുകയും പിന്നീട് കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. ഇന്ന് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന എസ് കൃഷ്ണകുമാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ എത്ര പേർക്ക് അറിയാം? ഇപ്പൊ ഗൗതത്തിന് ഉറപ്പുണ്ടോ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഞാനൊരു സംശയം ചോദിച്ചതാണ്. ഇല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയ പോലും ഇല്ല ആരാണെന്ന്. കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് പ്ലൂട്ടോക്രാറ്റുകളാണ്, വൻ പണക്കാർ തന്നെ. കേരള പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വ്യവസായം വരാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന അദാനിക്കോ യൂസഫ് അലിയുടെ വ്യവസായങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിൽ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം വരുന്നത് നിങ്ങൾ ഒരു 500 കോടി താഴെ ആസ്തിയുള്ളതൊക്കെ ഒരു പണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് സദാ പ്രശ്നമായിരിക്കും. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സാബു ജേക്കബിനാണ്. സാബു വലിയൊരു പണക്കാരനാണ്, ഒരു 5000 കോടിയുടെ ഒക്കെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ബിസിനസ്സിൽ പ്രശ്നമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് വേറൊരു കാരണമുണ്ട്. അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതുകൊണ്ടായിരിക്കാം. മറ്റുള്ളവരാരും നേരിട്ട് ഇടപെടുന്നില്ല, അവർ പിന്നിൽ നിന്നാണ്. പിന്നെ സാബുവിന്റെ ലെവലും പോരാ, ഒരു 20,000 കോടിയൊക്കെ ലെവലുള്ള പണത്തിലേക്ക് എത്തിയാൽ നിങ്ങളെ ആരും തൊടില്ല. നിങ്ങൾ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. ആ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ PNC മേനോന്, രവി പിള്ള, അതല്ലെങ്കിൽ കല്യാണരാം, ഇവരൊക്കെ 30,000 കോടിക്ക് മേളിൽ ആസ്തിയുള്ള ആൾക്കാരാണ്. യൂസഫ് അലിയാണ് ഏറ്റവും വലിയ ആള്, 60,000 കോടിയോളം ആസ്തിയുണ്ട്. അപ്പൊ ഈ ലെവലിലുള്ള ആസ്തിയുള്ള പണക്കാരെയൊന്നും കേരളത്തിൽ ആരും ഒന്നും ചെയ്യില്ല, ഒരു സർക്കാർ സംവിധാനവും ചെയ്യില്ല. അവർക്ക് വേണ്ടി ഏത് നിയമം മാറ്റിയും കേരള രാഷ്ട്രീയത്തെ തീർച്ചയായിട്ടും ഒരു സ്വാധീനം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവില് അദാനിയുടെ ആ ഒരു പ്രഭാവം നമ്മൾ കണ്ടു നോക്കി. ഇനിയിപ്പോ അദ്ദേഹം കഴിഞ്ഞ ഭരണകാലത്ത് എൻ്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹം പിണറായിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് പിണറായിയെ കൊണ്ട് പ്രയോജനമില്ലാതായി, പിണറായി അങ്ങ് വിട്ടു. അപ്പോ ഇനിയിപ്പോ അദ്ദേഹം ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ ആകും. ഇന്ന് സതീശനാണെങ്കിൽ നാളെ വേറൊരാളെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ പിണറായിക്ക് അതിലൊരു മനസ്താപമോ ദേഷ്യമോ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കഥയില്ല. പിണറായി വിചാരിച്ചാൽ അദാനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് CPM-ലെ മുതിർന്ന നേതാക്കന്മാരുടെ PK ശ്രീമതി, ശൈലജ ടീച്ചറ്, അതുപോലെ EP ജയരാജന്, അങ്ങനെ എന്ന് വേണ്ട CPM-ലെ ഒരു ടീം തന്നെ ഒരു പ്രതിരോധ കവചം അദാനിക്ക്. ഇപ്പൊ പക്ഷെ ഞാൻ ഇവരൊന്നും സമൂഹത്തിൽ വേണ്ടെന്നോ അദാനി നാളെ കേരളത്തിൽ നിന്ന് ഓടിക്കണമെന്നോ എന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. കാരണം വിഴിഞ്ഞം പോലൊരു തുറമുഖം നടത്തണമെങ്കിൽ ഭംഗിയായിട്ട് നടത്തുന്നത് അദാനിയുടെ കഴിവാണ്. അദാനി ഇല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ തുറമുഖം മാർക്കറ്റ് ചെയ്യണം വിദേശത്ത് മാർക്കറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖം വേണമെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് നടത്തിലാക്കണമെങ്കിൽ അദാനി വേണം. നമുക്ക് KSRTC പോലും കൃത്യമായ രീതിയിൽ വിജയകരമായിട്ട് ഓട്ടിക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമാണ് കേരളം. ഈ ചെറിയൊരു KSRTC പോലും അല്ല, KSRTC-ലൊക്കെ നടക്കുന്ന അഴിമതി നിങ്ങൾ നോക്കിയാല് KSRTC-യില് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നത് ടിക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അങ്ങനെ ചില വളരെ ലിമിറ്റഡ് വരുമാനങ്ങളാണ്. വാടക, പരസ്യം, അങ്ങനെ നിരവധി മേഖലകളിൽ ഒരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല KSRTC-യിൽ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തെറ്റാണെങ്കിൽ എന്നെ തിരുത്തട്ടെ. പക്ഷെ അതുപോലെ അത് മാത്രമല്ല, കൊച്ചിയിലെ ഒരു കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടല്ലോ, അവിടെ എന്താണ് അവിടുന്ന് ബിസിനസ് ഒന്നും ഇല്ലാത്തത്. പക്ഷെ വിഴിഞ്ഞം എന്തൊരു വിജയമാണ്. ആ വിജയം എന്ന് പറഞ്ഞാൽ ഒന്ന് അതിന്റെ നാച്ചുറൽ ലൊക്കേഷനും അവിടുത്തെ ഡെപ്തുമാണ്. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരി ആ തുറമുഖം മാർക്കറ്റ് ചെയ്യാൻ അദാനിക്ക് പറ്റി. അദാനിയുടെ ഈ മേഖലയിലെ ലോകമെമ്പാടും നെറ്റ്വർക്കുള്ള അദാനി കമ്പനി ആയതുകൊണ്ടാണ് അവിടേക്ക് ലോകമെമ്പാടും നിന്നും കപ്പലുകൾ എത്തുന്നത്. അതൊന്നും തെറ്റല്ല, അവരുടെ ജോലി ചെയ്യട്ടെ. അതിന് പൂർണ്ണമായിട്ടും നമ്മൾ അതിന് സാഹചര്യം ഒഴുക്കണം. പക്ഷെ അവർക്ക് രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ട്. അവർ നിയമത്തിൻ്റെതായ രീതി പാലിക്കണം. 5 പൈസ അവരുടെ നിന്ന് കൈക്കൂലി വാങ്ങിക്കാതെ അവർക്ക് വേണ്ടത് കൊടുക്കണം. അവർ നിയമം തെറ്റിച്ചാൽ അപ്പോൾ അവരെ തിരുത്തണം, അപ്പോൾ വടിയെടുക്കണം. അങ്ങനെയുള്ള സർക്കാരാണ് ഐഡിയൽ സർക്കാർ. അത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങൾ, നിങ്ങളുടെ എൻ്റെ മുമ്പിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെയും എന്നെയൊക്കെ നാട്ടിലെ ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്നവനെ പോലും തല്ലി ഓടിക്കുന്ന ഈ ഒരു കാപട്യം, അത് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ സംസ്ഥാനം പണക്കാരാണ് ഭരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിന് പ്ലൂട്ടോക്രസി എന്നാണ് പറയുന്നത്. അല്ലാതെ ഇവിടെ കമ്മ്യൂണിസവും ഇല്ല, സോഷ്യലിസവും.
ഇത് ഒന്ന് പറയാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചത്. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച അദാനി അദാനിയുടെ കേരള രാഷ്ട്രീയത്തിൽ അദാനി നടത്തുന്ന അടുത്ത നീക്കങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ കൗതുകമുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആരൊക്കെയാണ് അദാനിയുടെ ഗുഡ് ബുക്കിലേക്ക് പുതുതായിട്ട് കയറി വരുന്നത്, ആരുടെയൊക്കെ പേരാണ് അദാനി വെട്ടാൻ പോകുന്നവരുടെ കാര്യമൊക്കെ കട്ടപ്പുകയായിരിക്കും. അദ്ദേഹം ടിക്കിടുന്ന ആളുകൾക്ക് കുറച്ചു നാളത്തേക്ക് അവരുടെ നല്ല കാലമായിരിക്കും. അനുഗ്രഹ ശേഷിയുള്ള ഇത്തരം പണക്കാർക്ക് മുന്നിൽ നമുക്ക് ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കാം. അടുത്ത കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം.